നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഒന്നിനു പുറകെ ഒന്നായിട്ട് റെക്കോർഡുകൾ പിറന്നൊരു മത്സരമാണിത്. മഴ പെയ്ത് വെട്ടിച്ചിരിക്കപ്പെട്ടൊരു മത്സരത്തിൽ ധരംശാലയിൽ 7 വിക്കറ്റിന് വിജയിച്ചുകൊണ്ട് അഫ്ഗാനുമായിട്ടുള്ള 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പര ടീം ഇന്ത്യ മികച്ച രൂപത്തിൽ തുടങ്ങി. അടുത്ത വേൾഡ് കപ്പിനുള്ള പ്രിപ്പറേഷൻ ഇതാ ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലിൻ്റെ കീഴിൽ ഗംഭീരമായിട്ട് ആരംഭിച്ചിരിക്കുകയാണ്. റെക്കോർഡുകൾ ഇങ്ങനെ പിറന്നൊരു മത്സരമാണ്. അതായത് രോഹിത് ശർമ്മയുടെ ഒരു റെക്കോർഡ് 39 വയസ്സും 44 ദിവസവും ഉള്ളപ്പോഴാണ് അദ്ദേഹം കളിക്കാനിറങ്ങിയത്. അതോടുകൂടി രോഹിത് ശർമ്മ ബിക്കം ദി ഓൾഡസ്റ്റ് മാൻ ടു പ്ലേ ആൻ ODI ഫോർ ഇന്ത്യ. ഇന്ത്യക്ക് വേണ്ടി ഏകദിന മത്സരം കളിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരമായിട്ട് അദ്ദേഹം മാറി. പിന്നാലെ റഹ്മാനുല്ല ഗുർബാസിൻ്റെ കിടിലൻ സെഞ്ചുറി വരുന്നു. റഹ്മാനുല്ല ഗുർബാസ് ബ്രിങ്സ് അപ്പ് ദി ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി ബൈ ആൻ അഫ്ഗാനിസ്ഥാൻ ബാറ്റർ ഇൻ ODI ക്രിക്കറ്റ്. ഏകദിന ക്രിക്കറ്റിൽ ഒരു അഫ്ഗാനി താരത്തിൻ്റെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി അദ്ദേഹം അവിടെ കുറിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ നമ്മൾ കണ്ട മറ്റൊരു കാര്യം, ശുഭ്മൻ ഗില്ലിൻ്റെ 3000 റൺസ്, ഏകദിനത്തിൽ 3000 റൺസ് കുറിക്കുന്ന ഏറ്റവും വേഗത്തിൽ 3000 റൺസിലേക്ക് എത്തുന്ന ഇന്ത്യൻ താരമായിട്ട് അദ്ദേഹം മാറി. 62 ഇന്നിങ്സിൽ നിന്നാണ് അദ്ദേഹം അത് നേടിയത്. ലോക ക്രിക്കറ്റിൽ മൊത്തം എടുത്താൽ ആഷിം അംല 57 ഇന്നിങ്സിൽ നിന്നും 3000 റൺസ് നേടിക്കൊണ്ട് ഒന്നാമത് അദ്ദേഹമാണ്. രണ്ടാമത് ഇപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലാണ്. അങ്ങനെ ആ റെക്കോർഡ് കൂടി അവിടെ പിറന്നു. അതുകൂടാതെ രോഹിത് ശർമ്മ മറ്റൊരു റെക്കോർഡ് കൂടി ഇടുന്ന കാഴ്ച ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ കാണുകയുണ്ടായി. അതായത് മോസ്റ്റ് റൺസ് ആസ് ആൻ ഓപ്പണർ ഫോർ ഇന്ത്യ ഇൻ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ 16,010 റൺസാണുള്ളത്. അദ്ദേഹം വീരേന്ദ്ര സെവാഗിനെ മറികടന്നിരിക്കുന്നു. 15,752 റൺസാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ മറികടന്ന് പോയിട്ടുണ്ട് ഓൾറെഡി. അതുപോലെ തന്നെ സച്ചിൻ ടെണ്ടുൽക്കർക്ക് 15,335 റൺസാണ്. സോ ഹിസ്റ്റോറിക് അച്ചീവ്മെൻ്റാണ് രോഹിത് ശർമ്മക്ക് അവിടെ ഉള്ളത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ പല റെക്കോർഡുകൾ മാറി മറിഞ്ഞൊരു മത്സരം. അതുപോലെ KL രാഹുലിൻ്റെ ഒരു പ്രകടനം പറയണം. അദ്ദേഹം ടെസ്റ്റിൽ മികവ് കാണിച്ചു. ഏകദിനത്തിൽ മികച്ച ഫിനിഷർ എന്ന രൂപത്തിൽ അദ്ദേഹം പെർഫോം ചെയ്യുന്നു. ഇപ്പോൾ ഈ കളിയിൽ ഇന്ത്യൻ ബാറ്റിംഗ് മികച്ച രൂപത്തിൽ ക്ലിക്കാവുന്ന കാഴ്ച. ശുഭ്മൻ ഗില്ല് 66 പന്തുകളിൽ നിന്ന് 84 റൺസുമായിട്ട് പുറത്താകുന്നു. KL രാഹുൽ 19 പന്തുകളിൽ നിന്ന് 39 റൺസുമായിട്ട് പുറത്താകുന്നു. ഇഷാൻ കിഷൻ 22 പന്തുകളിൽ നിന്ന് 34 റൺസുമായിട്ട് മികച്ച സംഭാവന നൽകുന്ന കാഴ്ച നമ്മൾ കണ്ടു. സോ കിടിലൻ പെർഫോമൻസ് ആണ് ടീം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വന്നത് എന്നത് പറയാതെ വയ്യ. ഏതായാലും ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാനിസ്ഥാൻ മഴ മൂലം വെട്ടിച്ചുരുക്കപ്പെട്ട് 25 ഓവറാക്കിയ മത്സരത്തിൽ 24.5 ഓവറുകൾ ഓൾ ഔട്ടായി 194 റൺസാണ് അവരടിച്ചത്. അതിൽ റഹ്മാനുള്ള ഗുർബാസിൻ്റെ പ്രകടനമാണ് അവർക്ക് ആ റൺസ് സമ്മാനിച്ചത്. 51 പന്തിൽ നിന്ന് 8 ഫോറും 8 സിക്സറുമായിട്ട് മനോഹരമായ ഇന്നിങ്സിലൂടെ അദ്ദേഹം 102 റൺസ് അടിച്ചു. ഒടുവിൽ നിതീഷ് കുമാർ റെഡ്ഡിയുടെ പന്തിൽ പുറത്തായി. സഹ ഓപ്പണർ ഇബ്രാഹിം സദ്രൻ 1 റൺസ്, സെദിഖുല്ല അത്തൽ 0, റഹ്മത്ത് ഷാ 3. അങ്ങനെ ആ ഭാഗത്ത് വിക്കറ്റുകൾ വീണുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹം ഇത്രയും മനോഹരമായിട്ട് കളിച്ചത്. പിന്നെ ഷാഹിദി 27 റൺസ് അടിച്ചു. ഒബർസായി 26 റൺസ് അടിച്ചു. മറ്റാർക്കും പിന്നീട് രണ്ടക്കം കടക്കാൻ പറ്റിയില്ല. നബി 9 റൺസ്, റാഷിദ് ഖാൻ 9 റൺസ്, ഗസൻഫർ ഡക്ക്, സിയാഉർ റഹ്മാൻ 4. അങ്ങനെ പോയി അവരുടെ ബാറ്റിംഗ്. അവർ 25 ഓവർ കംപ്ലീറ്റ് ആകും മുമ്പ് ഓൾ ഔട്ടായി എന്നുള്ളതാണ്. ഡെബ്യൂട്ടൻസ് നന്നായിട്ട് പന്തെറിഞ്ഞു എന്നുള്ളത് ഇന്ത്യക്കും വലിയ രൂപത്തിൽ ആശ്വാസം നൽകുന്ന കാര്യമാണ്. ബ്രാർ 4.5 ഓവറിൽ 27 റൺസിന് 3 വിക്കറ്റ്. ഡ്യൂബെ 5 ഓവറിൽ 47 റൺസിന് 3 വിക്കറ്റ്. ഹർഷ്ദീപ് സിംഗ് 5 ഓവറിൽ 27 റൺസിന് 2 വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ നിതീഷ് കുമാർ റെഡ്ഡി 4 ഓവറിൽ 31 റൺസിന് 2 വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തു. സോ മറുപടി ബാറ്റിങ്ങിൽ ഇന്ത്യക്ക് വിജയിക്കാൻ 25 ഓവറിൽ 195 റൺസ് അടിക്കണമായിരുന്നു. രോഹിത് ശർമ്മയും ശുഭ്മൻ ഗില്ലും ചേർന്നുള്ള കൂട്ടുകെട്ട് 46 റൺസിലെത്തി നിൽക്കവേ രോഹിത് ശർമ്മ മടങ്ങി. 16 പന്തിൽ നിന്ന് 16 റൺസാണ് അടിച്ചത്. അദ്ദേഹം റണ്ണൌട്ടായിട്ട് മടങ്ങുകയായിരുന്നു. അതേസമയം ശുഭ്മൻ ഗില്ല് ഒരു ഭാഗത്ത് നിലയുറപ്പിച്ച് കളിച്ചു. മറുഭാഗത്ത് ആഞ്ഞടിക്കുന്ന ഇഷാൻ കിഷനെ കണ്ടു. 22 പന്തിൽ നിന്ന് 3 ഫോറും 1 സിക്സും അടക്കം അദ്ദേഹം 34 റൺസ് അടിച്ചു. പിന്നീട് ശ്രേയസ് അയ്യർ 12 റൺസുമായിട്ട് മടങ്ങി. ഗില്ലും KL രാഹുലും ചേർന്നുകൊണ്ടാണ് ഇന്ത്യൻ ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയത്. ഗില്ല് 66 പന്തിൽ നിന്ന് 11 ഫോറും 2 സിക്സും അടക്കം 84 റൺസുമായിട്ട് പുറത്താതെ നിന്നപ്പോൾ KL രാഹുൽ 19 പന്തിൽ നിന്ന് 4 ഫോറും 3 സിക്സും അടക്കം 39 റൺസുമായിട്ടും പുറത്താകുന്നു. 23ാമത്തെ ഓവറിൽ ടീം ഇന്ത്യ വിജയലക്ഷ്യം മറികടന്നു. ഏതായാലും തകർപ്പൻ വിജയത്തോടുകൂടി ഈ സീരീസ് ടീം ഇന്ത്യ ആരംഭിച്ചിരിക്കുന്നു. അടുത്ത വേൾഡ് കപ്പിനുള്ള ഒരുക്കം നമ്മൾ ആരംഭിച്ചിരിക്കുന്നു. ഇനി രണ്ടാം ഏകദിന മത്സരം ജൂൺ 17-നാണ്, അതായത് ബുധനാഴ്ച. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.